ഐഫോണുകളൊക്കെ വാങ്ങിയാൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാ ഇപ്പോൾ വാങ്ങിച്ചോണം, അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ആപ്പിളിന്റെ പ്രൊഡക്റ്റുകൾക്ക് ഭയങ്കരമായിട്ട് പ്രൈസ് കൂടി. ചെറിയ കൂടുതലൊന്നുമല്ല, ഒരു 1.5 കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ 60,000 രൂപ ഉണ്ടായിരുന്ന മാക് മിനി, ആപ്പിൾ മാക് മിനി ഇപ്പോൾ 95,000 രൂപയാണ്. 35,000 രൂപയാണ് ഒറ്റയടിക്ക് കയറിയിരിക്കുന്നത്. പിന്നെ ആപ്പിളിന്റെ ചീപ്പസ്റ്റ് ഐപാഡായ 35,000 ഐപാഡ് അതിപ്പോൾ വന്നിട്ട് 49,900, അതായത് 50,000 രൂപയായി. ഇനി ഐപാഡ് മിനിയോ 50,000 ഉണ്ടായിരുന്നത് 70,000 ആയി, 20,000 കയറി. ഇനി ഐപാഡ് എയർ ആണെങ്കിൽ 65 ഉണ്ടായിരുന്നത് 90,000 രൂപയായി മാറി. ഇനി ഐപാഡ് പ്രോ ഒക്കെ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ 1 ലക്ഷം ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ 1,40,000 രൂപയാണ്. 40,000 ആണ് ഒറ്റയടിക്ക് കയറിയിരിക്കുന്നത്. ഇനി മാക്ബുക്കുകൾ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ കരയേണ്ടി വരും. മാക്ബുക്ക് നിയോ 70,000 ഉണ്ടായിരുന്നത് 80,000 ആയിട്ടുള്ളൂ. അതോ ഓക്കെ 10,000 കൂടിയുള്ളൂ വെക്കാം. എന്നാൽ അത്യാവശ്യം നല്ലൊരു മാക്ബുക്ക് എയർ M5 ഒക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ 1,20 ഉണ്ടായിരുന്നത് 1,50 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രോ എടുക്കാൻ പോവുകയാണ് M5 എങ്കിലോ 1,70 ഉണ്ടായിരുന്ന സാധനം 2,40 ആണ്. 70,000 രൂപയാണ് ഒറ്റയടിക്ക് കയറിയിരിക്കുന്നത്. പിന്നെ ഏറ്റവും വില കുറഞ്ഞ ആപ്പിൾ TV ആണല്ലോ, വെറും 15,000 സാധനം, അത് 25,000 രൂപയ്ക്കുണ്ട്. സോ അപ്പോൾ ആപ്പിളിന്റെ മൊത്തം പ്രൊഡക്റ്റുകൾക്കും ഒറ്റയടിക്ക് വില കയറിയിരിക്കുകയാണ്. പക്ഷേ ഐഫോൺ ഇത് ഇപ്പോഴും അഫക്ട് ചെയ്തിട്ടില്ല. അവരുടെ സൈറ്റ് അതൊന്നും കാണിക്കുന്നില്ല. അവരുടെ സൈറ്റിൽ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ ഐഫോൺ ഒക്കെ എടുക്കുന്നെങ്കിൽ ഇതാ ഇപ്പം പടച്ചോളണം. ഇനി നാളെ വിലക്ക് എടുക്കാൻ പോകുമ്പോൾ ഇതേപോലെ 40,000 50,000 ഒക്കെ കയറും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഈ വില കൂടിയ ഐറ്റങ്ങൾ ആപ്പിളുടെ സൈറ്റിലാണ് കാണിക്കുന്നത്. മറ്റുള്ള ആമസോണിലൊക്കെ ചിലപ്പോൾ വില കുറവിന് ഓൾഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കയ്യോടെ അത് പിടയ്ക്കാട്ടോ, ഈ ഐപാഡ് മാക്കും ഒക്കെ. പിന്നെ വില കയറിയത് ആപ്പിൾ മാത്രമല്ല കേട്ടോ, റാം സ്റ്റോറേജിൻ്റെ ഒക്കെ വില കൂടിയതുകൊണ്ട് എല്ലാ ബ്രാൻഡുകളും എല്ലാ പ്രൊഡക്റ്റുകളും ഫോണുകളുടെ അടക്കം എല്ലാത്തിനും വില കൂട്ടിക്കഴിഞ്ഞു ഓൾറെഡി. ആപ്പിൾ അവസാനമാണ് കളിയിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ വന്നത് ഒരു 1.5 വരവായെന്ന് മാത്രം.